ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മൈദക്ക് പകരം ഓട്സ് പൊടിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 1.5 കപ്പ് വോൾ ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പൊടിക്കാത്ത ഓട്സ് ആണ്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഓട്സ് തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് ഓട്സ് എടുത്താലും മതി. ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. ഇനി ഓട്സിന് പകരം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓട്സ് വലിയ തരികളില്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. ചെറുതായിട്ട് തരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മുഴുവനും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 റോബസ്റ്റോ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തു പോയിട്ടുള്ള പഴമാണ്. ഇങ്ങനെ പഴുത്തു പോയാലും കുഴപ്പമില്ല. ഇത് നമ്മളൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഈ പഴം ശരിക്കും നമ്മൾ ഈ വലിച്ചെറിയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പഴുത്തു പോയ പഴം എടുത്താൽ നല്ല ടേസ്റ്റാണ് കേക്കിന്, കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ മുറിച്ചെടുക്കാം. ഞാൻ ബദാമും വാൾനട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പഴത്തിലേക്കാണ് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂണ് കേട് എടുക്കണം. പുളിയില്ലാത്ത തൈരാണ് ഈ കേട്. ഇപ്പോൾ കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേട് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞിട്ട് ബാറ്ററിലേക്ക് 1 ടീസ്പൂണ് സുർക്ക അഥവാ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂണ് കറുവാപ്പട്ട പൊടിച്ചത്, സിന്നമൺ പൗഡറും 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ചേർത്താൽ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം ശർക്കര പൊടിച്ചത് ഇപ്പോൾ വാങ്ങാൻ കിട്ടും, പൊടിച്ച ശർക്കര, അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ഓട്സ് പൊടിച്ചതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അടിയിലേക്ക് പോവില്ല. ഇനി ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ ഈ ഫ്ലോർ ഇട്ട് കൊടുക്കണം. ഓട്സ് പൊടിച്ചതും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഇത് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് പതുക്കെ ഒരേ വശത്തേക്ക് ഇങ്ങനെ വിസ്ക് കൊണ്ട് ഇളക്കിയെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് മുഴുവനും മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ബോക്സിൽ അയക്കാൻ മറക്കല്ലേ. ഞാനിവിടെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യാൻ പോണത്. ഞാൻ ഒരു പോട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ തന്നെ ഞാൻ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ പാൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. വിത്തൗട്ട് ഓവനിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്യണത്. ഇങ്ങനെ ബേക്ക് ചെയ്യണത് ഞാൻ കുറേ മുമ്പന്നെ കാണിച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റിന് ശേഷം ഞാനത് കുക്കായോ ബേക്കായോ എന്ന് നോക്കിയിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഇട്ടിട്ട് കുത്തി നോക്കാം. ഇപ്പോൾ ഒന്നും കൂടി ആവാനുണ്ട്. പിന്നെയും ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 55 മിനിറ്റോളം ഇത് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ സമയമെടുത്തു. ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി തണുത്ത് വരട്ടെ. എന്നിട്ട് ഇത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കണം.
ഓവൻ ഇല്ലാത്തവർക്ക് ഇത് എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ കുറച്ചൊരു വലിയ പാൻ എടുക്കണം എന്നുള്ളൂ. ഇപ്പോൾ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് തന്നെ ഇത് നിങ്ങൾ കാണുന്നില്ല, ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബേക്കിംഗ് പേപ്പർ നമുക്ക് അതിൽ നിന്നും ബേക്കിംഗ് പേപ്പർ പറിച്ചെടുക്കാം. ഒട്ടും അടിയിൽ പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഓട്സായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഓട്സ് കൊണ്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് കൊതി വരുന്നൊരു സ്മെല്ലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുക. ഇതിൽ സിന്നമൺ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വിഭവമായി വരുന്നത് വരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും എന്തായാലും ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയുമാണ്. ഇനി നിങ്ങൾക്ക് ഷുഗർ വേണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾ കണ്ടില്ലേ, കേക്ക് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അവിടെ ഡ്രൈ ഫ്രൂട്ട്സും കടിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ